യുക്രൈനിൽ താപനില -20°C താഴ്ന്ന കടുത്ത ശൈത്യത്തിനിടയിൽ യുക്രൈന്റെ ഊർജ്ജ മേഖലയ്ക്ക് നേരെ വ്യോമാക്രമണം നടത്തിയ റഷ്യ. സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അതിശക്തമായി അപലപിച്ചു. റഷ്യയുടെ ഈ നടപടി ക്രൂരവും നീചവുമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. കടുത്ത തണുപ്പ് പരിഗണിച്ച് ഒരാഴ്ചത്തേക്ക് ആക്രമണങ്ങൾ നിർത്തണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥന വ്ളാഡിമിർ പുടിൻ പാലിച്ചിരുന്നുവെന്നും ആ കാലാവധി കഴിഞ്ഞാണ് വീണ്ടും ആക്രമണം തുടങ്ങിയതെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരാഴ്ചയെങ്കിലും പുടിൻ വാക്ക് പാലിച്ചതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന തന്റെ താൽപര്യം ആവർത്തിച്ചു. റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങളിൽ തലസ്ഥാനമായ കീവിലും ഖാർക്കീവിലും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കീവിലെ 1000-ലധികം ടവർ ബ്ലോക്കുകളിൽ ഹീറ്റിംഗ് സംവിധാനം നിലച്ചതോടെ ജനങ്ങൾ കൊടും തണുപ്പിൽ വലയുകയാണ്. ഖാർക്കീവിലെ ഒരു പ്രധാന വൈദ്യുതി നിലയം നന്നാക്കാൻ കഴിയാത്ത വിധം തകർന്നു. ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും താൽക്കാലിക കേന്ദ്രങ്ങളിലും അഭയം തേടിയിരിക്കുകയാണ്. പ്രതിരോധത്തിനായി കൂടുതൽ മിസൈലുകൾ നൽകണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അംഗരാജ്യങ്ങൾ ആയുധശേഖരം യുക്രൈനായി തുറക്കണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ആഹ്വാനം ചെയ്തു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്കായി ട്രംപിന്റെ പ്രതിനിധികൾ അബുദാബിയിൽ റഷ്യൻ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡോൺബാസ് മേഖലയുടെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നിലവിൽ ചർച്ചകളിലെ പ്രധാന പ്രതിസന്ധി.